സുഹൃത്തുക്കളെ, ഇന്ന് വർക്കിനുള്ള ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ പ്ലസ് ആണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഫുള്ള് എൻജിൻ വർക്കായിട്ട് വന്നതാണ്. ഒരു എൻജിൻ വർക്കിനായിട്ട് നമ്മൾ എടുത്ത വാഹനമാണ്. അപ്പോൾ അതിൻ്റെ ഒരു നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒരു സഹോദരനൊരു സംശയമായിട്ടൊരു കമൻറ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്. പ്രോ സ്പ്ലെൻഡറിൻ്റെ ക്ലച്ച് ഡിസ്ക് ചേഞ്ച് ചെയ്തിരുന്നു, എന്നിട്ട് വണ്ടിക്ക് രാവിലെ സ്റ്റാർട്ട് ചെയ്ത് ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് ഗിയർ ഇടുമ്പോൾ ഒരു ചാട്ടമുണ്ട്. കുറച്ച് ഓടിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തിയിട്ട് എടുത്താലും ഇതില്ല. എൻജിൻ തണുത്ത് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. എന്താണ് കാരണം എന്നതാണ് ആ സഹോദരൻ്റെ സംശയം. നമ്മൾ സാധാരണ ഇതിൽ ക്ലച്ച് പണിയാൻ വേണ്ടി ക്ലച്ചൊക്കെ അഴിച്ച് ഈ രീതി ആരെയും ക്ലച്ച് അഴിച്ച് കംപ്ലീറ്റ് നമ്മളിത് അഴിച്ചെടുക്കും. അതിനുശേഷം ക്ലച്ച് വേസിങ് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലോ ക്ലച്ച് പ്ലേറ്റ് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലോ നമ്മൾ ക്ലച്ച് സെൻറ്റർ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലോ അത് മാറി നമ്മൾ സാധാരണ ഇതിൽ ചെയ്യും. ക്ലച്ച് ബെല്ലും എന്തെങ്കിലും തകരാറോ തേയ്മാനോ ബുഷ് അടിക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതും ചെയ്യും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളെല്ലാവരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. ഇതിൽ വരുന്ന ഈ ആദ്യം ഒരു വാഷം ഉണ്ടാവും, രണ്ടാമതൊരു കട്ട് വാഷമാവും, പിന്നെ ഒരു ലോക്ക് വാഷം ഉണ്ടാവും. ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക. നമ്മൾ ആദ്യം ഈ വാഷർ ഇട്ടതിന് ശേഷം അവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ടാവും, ഒരു തടുപ്പ്. അതായത് ക്ലച്ച് ബെല്ലും ഷാഫ്റ്റും ഫ്രീ ആയി നിൽക്കാൻ വേണ്ടിയാണ് ഈ വാഷ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കായിട്ടാണ് ഈ വാഷർ വരുന്നത്. ഒരു വാഷറിനെ മുറിച്ച് രണ്ടായിട്ട്, അതായത് കട്ട് വാഷാണ് അത്. ഈ ഷാഫ്റ്റിൻ്റെ വെട്ട് ഇങ്ങനെ കാലക്രമേണ ഇതിൽ ഒരഞ്ഞേണ്ട ഷാഫ്റ്റിൻ്റെ പാടാണത്. ഷാഫ്റ്റിൻ്റെ കൂടെ ലോക്കാകും പോലെ തേഞ്ഞ് നെല്ല് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തായിട്ടാണ്, ഈ സ്റ്റെപ്പാണ് നമ്മൾ ഈ വാഷറിൽ കണ്ട പാട്. ഈ സ്റ്റെപ്പാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ ക്ലച്ചൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്യണ സമയത്ത് ഫുള്ള് ടൈറ്റാവും. ഒരു കാരണവശാലും നമ്മൾ ഈ വാഷർ ലോക്കാവാൻ പാടില്ല. എപ്പോഴും ഫ്രീ ആയിട്ട് തന്നെ നിൽക്കണം. ഈ തേയ്മാനം സംഭവിക്കുന്ന സമയത്ത് ഒന്ന് കാണിച്ചു തരാം, ഇതിലിട്ട് കാണിച്ചു തരാം. അല്ല, ഈ രീതിയിലാണ് വർക്കിംഗ് ചെയ്യേണ്ടത്. നമ്മൾ ക്ലച്ച് പിടിക്കുന്ന സമയത്ത് ഈ ക്ലച്ച് ബെല്ലിനെ ഫ്രീ ആക്കാൻ വേണ്ടിയാണ് ഇട്ടേക്കുന്നത്. അതായത് ക്ലച്ച് ബെല്ല് ഫ്രീ ആവണം ക്ലച്ച് പിടിക്കുന്ന സമയത്ത്. ഈ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ ക്ലച്ച് ബെല്ലോടുകൂടി ജസ്റ്റ് വർക്കാവാനുള്ള സാധ്യത. അങ്ങനെയാണ് ഗിയർ ടൈറ്റും ചാട്ടമൊക്കെ സംഭവിക്കുന്നത്. കേട്ടല്ലേ, ഞാൻ ഇപ്പോൾ ഇട്ട് കാണിച്ചു തരാം. ഈ കംപ്ലൈൻ്റ് ഉള്ള വാഷറാണ് ഇട്ടുള്ളത്. അതുകൊണ്ട് കറങ്ങുന്ന ഷാഫ്റ്റ് കറങ്ങുന്ന സമയത്തില്ലേ, സ്റ്റെപ്പ് ഉള്ളതിൻ്റെ കാരണത്താൽ ഈ വാഷർ വെളിയിലോട്ട് ചാടി. ഈ വാഷർ കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ക്ലച്ച് സെൻറ്ററും ക്ലച്ച് ബെല്ലും നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ടൈറ്റ് ഉണ്ടാവും. അതായത് ക്ലച്ച് സെൻറ്ററും ക്ലച്ച് ബെല്ലും തമ്മിൽ എപ്പോഴും അകത്ത് ഫ്രീ ആയിരിക്കണം. ഈ വാഷർ കംപ്ലൈൻ്റ് ഉള്ള കാരണത്താൽ ഈ ചടയിൽ, അതായത് ഈ വാഷിൻ്റെ ചടയിൽ ഷാഫ്റ്റ് ടൈറ്റ് ആയിരിക്കുന്ന കാരണത്താൽ ഗിയർ ഇടുന്ന സമയത്ത്, രാവിലെ തണുത്തിരിക്കുന്ന സമയത്ത് വാഹനത്തിൽ ഗിയർ ഇടുകയോ ഒക്കെ വരുന്ന സമയത്ത് ഈ ചാട്ടം സംഭവിക്കുന്നത്, ഗിയർ ടൈറ്റ് ഉണ്ടാകുന്നത്, കറക്റ്റ് ക്ലച്ച് ആകത്തില്ല. അത് കാരണത്താലാണ് ഈ കംപ്ലൈൻറ്റ് വരുന്നത്. അപ്പോൾ ഈ വാഷർ നമ്മൾ ശ്രദ്ധിക്കുക. വരുന്നത് നമ്മൾ എപ്പോൾ ക്ലച്ച് പണിതാലും ഈ വാഷിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. ചിലത് ഈ തേയ്മാനുണ്ടെങ്കിൽ നേരെ തിരിച്ചിട്ടാലും കംപ്ലൈൻറ്റ് വരും. ഞാൻ സാധാരണ ഇതിൽ ഇങ്ങനെ ഒരു സെറ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്, ഒരു പാക്കറ്റ് വാങ്ങി വെച്ചു. 160 5 വാഹനത്തിൽ നമുക്കത് സെറ്റ് ചെയ്യാൻ കഴിയും. ഇതാണ് ആ വാഷർ. ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ആ വാഷർ. ഇത് നല്ല ക്ലിയറാണ്. ഈ രീതിക്ക് വേണം നമുക്ക് ഈ വാഷ് ഇരിക്കേണ്ടത്. കാലപ്പഴക്കം നിന്നാണ് ഈ തേയ്മാനം സംഭവിക്കുന്നത്. നമുക്കിത് പുതിയതൊന്ന് സെറ്റ് ചെയ്തിട്ട് ഷാഫ്റ്റ് വെറുതെ ഒന്ന് കറക്കി നോക്കാം. ഈ വാഷർ വെളിയിലോട്ട് തള്ളുന്നുണ്ടോ? കണ്ടില്ലേ, നല്ല സ്മൂത്തായിട്ടുണ്ട്. കണ്ടില്ലേ, ഫ്രീ. ആ വാഷർ അങ്ങനെ നിൽക്കണം. നമ്മൾ ക്ലച്ച് ടൈറ്റ് ചെയ്താലും ആ വാഷർ എപ്പോഴും ഫ്രീ ആയിരിക്കണം. അതായത് നമ്മൾ ക്ലച്ച് പിടിക്കുന്ന സമയത്ത് ബെല്ലിന് യാതൊരു അനക്കത്തട്ടായിരിക്കാനാണ് ആ വാഷർ ഇങ്ങനെയുള്ള ഒരു 3 ടൈപ്പ് വാഷ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ക്ലച്ച് വേസിങ് മാറുന്ന സമയത്ത് നിർബന്ധമായിട്ട് ഈ ഒരു വാഷ് ചേഞ്ച് ചെയ്ത് ഇട്ട് കൊടുക്കുക തന്നെ. അടുത്തൊരു വീഡിയോയിൽ കാണാം.